ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കിച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെള്ളരിക്ക വെച്ചിട്ടുള്ള കിച്ചടി വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കഷ്ണം വെള്ളരിക്ക ചെറുതായി അരിഞ്ഞത്, നല്ല കട്ട തൈര്, ഒരു ചെറിയ തേങ്ങയുടെ ഒരു കഷ്ണം തേങ്ങ തിരുവിയെടുത്തത്, ജീരകം, ഒരു 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തൊണ്ടൻ പച്ചമുളകും ഒരു സാധാരണ നീളമുള്ള പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞത്, കടുക്, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകകൾ. ഇനി നമുക്ക് കിച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയാണ്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും. കാരണം വെള്ളരിക്കയില് വെള്ളമുണ്ട്, അത് തിളയ്ക്കുമ്പോഴത്തേക്കും വെള്ളം ഊറി വരും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. മാത്രമല്ല കിച്ചടി ഒരു തിക്കായിട്ടുള്ള ഒരു കറിയാണ്. ഇനി സ്റ്റൗ കത്തിച്ച ശേഷം എടുത്തു വച്ചിരിക്കുന്ന വെള്ളരിക്കയും പച്ചമുളകും ഉപ്പും വെള്ളവും ചേർത്ത പാത്രം അതിലേക്ക് വെച്ചു കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതിയാവും. വെള്ളരിക്ക ഒന്ന് വെന്ത് പാകം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി പാത്രം അടച്ചു വെച്ച് ചെറിയ തീയിൽ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കണം. വെള്ളരിക്ക പാകം ആകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഞാനൊരു വലിയ 2 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് 2ആയിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എരിവിനായിട്ട് വേറെ മുളക് പൊടിയോ അങ്ങനെ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കിച്ചടിക്ക് വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് 2 പച്ചമുളക് എരിവിനനുസരിച്ച്, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് ചേർക്കാം. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ തിരുവി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളം മതി. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളരിക്ക നല്ലപോലെ വെള്ളമെല്ലാം വറ്റി വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വെള്ളമുണ്ട്, അത് വറ്റാനായിട്ട് അല്പം ഒന്ന് തിളപ്പിക്കണം. അരപ്പില് വെള്ളം കുറവാണെങ്കിൽ ഒരുപാട് തിളപ്പിക്കണമെന്നില്ല. കിച്ചടി നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് സമയം തണുക്കാനായി വെക്കാം. ഒരു 5 മിനിറ്റ് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം തൈര് ഒഴിച്ചാൽ മതിയാവും. 5 മിനിറ്റ് കഴിഞ്ഞു, അല്പം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ്. വലിയ സ്പൂണിന് 3 സ്പൂണ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. നല്ലപോലെ ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാനായി വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് 2ആയി കീറിയത് ചേർത്ത് കൊടുക്കാം.
ചെറിയ തീയിലിടണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുക് വറുത്ത് വെച്ചിരിക്കുന്നതിനെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. സ്വാദേറും കിച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. കിച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്